ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇളം കാറ്റിൽ മനോഹരമായി ഒഴുകുന്ന അല്ലെങ്കിൽ ശാന്തമായി ഒഴുകുന്ന ഓളങ്ങൾ, ചുറ്റിലും ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന പ്രദേശങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ചിറക്കൽ ചിറയുടെ ആദ്യ വിശേഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ണൂർ ഫോക്ലോർ അക്കാഡമിയിലേക്ക് പോകും വഴിയാണ് ഈ സുന്ദരമായ ചിറക്കൽ കുളം കാണുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കേരള ഫോക്ലോർ അക്കാഡമിയുടെ ഓഫീസും ബിൽഡിങ്ങും ഒക്കെ. നമുക്കിനി ചിറക്കൽ കുളത്തെപ്പറ്റി പറയാം. കണ്ണൂരിൽ നിന്ന് 6 കിലോമീറ്റർ വടക്ക് ചിറക്കൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കുളമാണ് ചിറക്കൽ ചിറ. ഏകദേശം 15 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കൃത്രിമ കുളമാണ്. 350 വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ ഭരണാധികാരികളാണ് ഇത് നിർമ്മിച്ചത്. പഴയ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ ദർശനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും തെളിവുകളാണിവ. ഇപ്പോൾ ഈ ചിറ നാട്ടുകാരും ഗവൺമെൻറ്റും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചിറയുടെ സൈഡിലാണ് മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ചിറക്കൽ കിഴക്കേക്കര മതിലകം ഉള്ളത്. പഴക്കം ചെന്ന ആരൂഢവും ഗോപുരവും 1500 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഊട്ടുപുരയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. കോലത്ത് നാട്ടിലെ ഇളയവർമ്മ രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്ന ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥയിലെ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ കംസവധം വരെയുള്ള ഭാഗങ്ങൾ ഗോപുരത്തിൽ കൊത്തുപണിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ രാജാവും കവിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് തോൽക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ കുട്ടിയെ ഉറക്കിക്കൊണ്ടിരുന്ന രാജ്ഞി കുട്ടിയെ ഉറക്കുപാട്ടായി ഉന്തുന്തുന്തും ദുന്തുന്തു ആളെയുന്തു എന്ന് പാടി. അത് കേട്ട രാജാവിന് മനസ്സിലായി ആളെ ഉന്തണം. അങ്ങനെ രാജാവ് ആ കളിയിൽ വിജയിച്ചു. ഇതിൽ സംപ്രീതനായ രാജാവ് ചെറുശ്ശേരിയോട് കൃഷ്ണഗാഥ എഴുതാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എഴുതിയതായിരുന്നു ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മഹത്തായ കൃതി. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള 4-5 ഗോപുരങ്ങൾ ഈ കുളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. പൂരക്കുളിയുമായി ബന്ധപ്പെട്ട് വേറൊരു കഥ പറയാം. അതായത് കളരിവാതിക്കൽ ഭഗവതി പൂരക്കുളിയുടെ സമയത്ത് ഈ ചിറക്കൽ ചിറയിൽ വന്നാണ് 9ാമത്തെ ദിവസം വന്ന് കുളിക്കുന്നത്. അത് മറ്റൊരു ഐതിഹ്യം. ഇവിടെ വന്ന് നിൽക്കുമ്പോഴെല്ലാം പഴമയുടെ സുഗന്ധം നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും. ഇവിടെ വന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോക്ലോർ അക്കാഡമിയിൽ ചെന്ന് പാരമ്പര്യ കലകളുടെ മനോഹരമായ രൂപങ്ങളും പ്രതിഭകളും കണ്ട് മടങ്ങാം. സൈഡിലായി കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രവും കാണാം. ഇപ്പോൾ ആ ക്ഷേത്രം നാശത്തിൻ്റെ വക്കിലാണ്. ഒരുപക്ഷെ ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയെടുക്കും എന്ന് വിശ്വസിക്കാം. ഇപ്പോൾ നാട്ടുകാരും ദേവസ്വം ബോർഡും ഒക്കെ ഇങ്ങനെ അതിന് കുറച്ച് ജീവൻ കൊടുത്തു വരുന്നതേ ഉള്ളൂ. പഴയ കാലത്തിൻ്റെ പ്രൗഢി അങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. വസന്തകാലമായാൽ ഇവിടെ പലതരം പക്ഷികളും
താമസിക്കാൻ എത്താറുണ്ട്. മാത്രമല്ല നീലത്താമരകളും ആമ്പലുകളും ഇവിടെ വിരിഞ്ഞ് മനോഹരമായ കാഴ്ച തന്നെയായിരിക്കും അത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ എന്നെങ്കിലും വരിക. ഇവിടെ എങ്ങനെ എത്താം? കണ്ണൂരിൽ നിന്ന് ബസ് കയറി ചിറക്കൽ എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങുക. അവിടെ നിന്ന് നടന്നോ ഓട്ടോ പിടിച്ചോ ഇവിടെ എത്താം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ വേണം. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളോട് വിട പറയട്ടെ.